ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ആ ഫേസ്ബുക്ക് പേജിനെ എങ്ങനെയാണ് നമ്മൾ നോക്കുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുക, അതെങ്ങനെ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസ്പേജ് എഡ്യൂക്കേഷൻ എന്നൊരു പേജ് ഉണ്ടാക്കിയത് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ബിസ്പേജ് റിസർച്ചിൻ്റെ പേജിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ കയറി പ്രൊഫൈലിൽ കയറി നമ്മുടെ പേജ് എടുത്തു. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മേലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ 9 ഡോട്ട്സ് മെനു ഉണ്ടല്ലോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പേജിന്റെ ഔട്ട്ലൈൻ വരും. അതിൽ നമ്മുടെ പ്രൊഫൈൽ ഏത് പേജാണ്, പേജിന്റെ പ്രൊഫൈലാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും തുറന്നു വരിക. ഓക്കെ, സോ ഇങ്ങനത്തെ നമുക്ക് നേരെ മെറ്റാ ബിസിനസ് സൂട്ടിൽ കയറിയിട്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ ലീഡ് സെന്റർ കയറി കഴിഞ്ഞാൽ ലീഡ്സ് കിട്ടും, മെറ്റാ വെരിഫിക്കേഷൻ വേണമെങ്കിൽ മെറ്റാ വെരിഫിക്കേഷൻ കിട്ടും, പിന്നെ ആഡ് വേണമെങ്കിൽ ഇടാം, പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള മെനൂസ് എന്ന് പറയുന്നത്. പിന്നെ ജനറിക് ആയിട്ടുള്ള ഔട്ട്ലൈനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അബൌട്ട് സെക്ഷൻ ആണ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ കാറ്റഗറി കൊടുക്കുക, പിന്നെ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ അഡ്രസ്സ്, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെ സർവീസസ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് സർവീസ് ഏരിയ ആണ്. ഈ സർവീസ് ഏരിയ എവിടേക്കാണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം കൂടെ കൊടുക്കണം. പിന്നെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, സോഷ്യൽ മീഡിയ ലിങ്ക്സ്, പിന്നെ നമ്മുടെ പ്ലേസസ് ലിവിഡിൻ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. പേജ് ട്രാൻസ്പാരൻസി നമുക്ക് കൊടുക്കാം. പേജ് ട്രാൻസ്പെറൻസി കൊടുത്തു കഴിഞ്ഞാൽ പേജിന്റെ ഐ ഡി കിട്ടും, എന്ന ക്രിയേറ്റ് ചെയ്തെന്ന് കിട്ടും, പിന്നെ അഡ്മിൻ ഇൻഫോ കിട്ടും. ഓക്കെ, പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് അടുത്തതുള്ളത്. പോസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് ഒരു പേജാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് പേജ് തന്നെ ഫേസ്ബുക്കിൽ ഓപ്പൺ ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഇവിടെ സ്വിച്ച് ഇൻ ടു ബിസ്പേജ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. സ്വിച്ച് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പേജിലോട്ട് തന്നെ പോകും. സോ ഇപ്പൊ നമ്മൾ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആക്കുന്ന പോലെയാണ് പേജ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഫൈല് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന പോലെ പേജ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കണ്ടോ, ക്രിയേറ്റ് ആഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. നമുക്ക് ഇവിടെ എന്ത് ഫോട്ടോ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്ത് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, എന്ത് റീല് വേണമെങ്കിൽ ഇടാം, ലൈവ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ അബൌട്ടിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പ്രൈവസി ആൻഡ് ലീഗൽ ഇൻഫോ, വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, പ്ലേസ് ലീവ്ഡ് ഇൻ, പേജ് ട്രാൻസ്പെറൻസി, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്, ഡീറ്റെയിൽസ് അബൌട്ട് യു, ലൈഫ് ഇവന്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ആഡ് അവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഓൾവേസ് ഓപ്പൺ എന്ന് കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഓപ്പൺ ഓൺ സെലക്ടഡ് അവേഴ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ 8:30 to 8:30 AM to 5 PM. ഈ ഒരു ഓപ്ഷൻ ഉള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാത്തിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 8:30 AM, 5:30 PM. ഞാനിപ്പോൾ ഇതല്ലാതെ ഇങ്ങനെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം 8:30 AM to ഓക്കെ. അപ്പോൾ നമ്മൾ മൺഡേ ടു സാറ്റർഡേ കൊടുത്തു, സേവ് കൊടുത്തു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് മൊത്തം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിഷ് ആവും. കണ്ടോ, ഓപ്പൺ നൗ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് എന്ന് കാണിക്കും, ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ എന്ന് കാണിക്കും. അതുപോലെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള സർവീസസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പ്രൈസ് റേഞ്ച് കൊടുക്കാം, ഡൈവേഴ്സിറ്റി ഇൻഫോസ് കൊടുക്കാം, സോഷ്യൽ ലിങ്ക് കൊടുക്കാം. സോഷ്യൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമാണ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതുപോലെ ഇത് ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോറി. അപ്പോൾ ഇതാണ് ജനറിക്കായിട്ട് ഇതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് ലീഗൽ ഇൻഫോ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൈവസി പോളിസി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം,
പിന്നെ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അത് കൊടുക്കാം, പ്രൈസ് ലീവ് കൊടുക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പോലെ തന്നെ ഒരു ക്രിയേറ്റർക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനത്തെ ഒരാൾക്ക് ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. അങ്ങേർക്ക് അല്ലെങ്കിൽ മോഹൻലാലിന് ഇതേപോലത്തെ ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആളുടെ വർക്കും എഡ്യൂക്കേഷനും എല്ലാം കൊടുക്കണമല്ലോ. കാരണം ആളൊരു വ്യക്തിയാണ്, പക്ഷെ ആൾ വ്യക്തിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇത്രയും ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ റിവ്യൂസ് കാണാൻ പറ്റും, പേജിന്റെ റീൽസ് കാണാൻ പറ്റും, ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. മോർ എന്ന് പറയുന്നതിൽ നമ്മൾ നേരത്തെ കാണുന്ന പോലെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇവിടെയും അവൈലബിൾ ആണ്. ഇത്രയാണ് ജനറിക് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പേജിന്റെയും അതേപോലെ തന്നെ പ്രൊഫൈലിന്റെയും ഡിഫറൻസ് പറഞ്ഞുതരാം. അതേപോലെ അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പേജിൽ കയറിയിട്ടാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. പ്രൊഫൈൽ